ഇടുക്കിയിൽ നിന്ന് രാഹുൽ സുരേഷും കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷായും തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയ്യല്ലൂരും തത്സമയം ചേരുന്നുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ കൊച്ചിയിൽ നിന്നും അലി ചേരും. കാരണം ഇപ്പോൾ കനത്ത മഴ രാവിലെ കൊച്ചിയിൽ പെയ്തിരുന്നു. എന്താണ് അവസ്ഥ നമുക്ക് അലിയെടുത്ത് ചോദിച്ചിട്ട് വരാം. അലി, സുനിഷ, രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം ഞാൻ അലി അക്ബർ ഷായിലേക്ക്. അലി, ഇപ്പോൾ എങ്ങനെയാണ് കൊച്ചിയിലെ അവസ്ഥ? രാവിലെ ഞാൻ വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ കൊച്ചിയിൽ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കൊച്ചിയിൽ ഇപ്പോൾ ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നെങ്കിലും രാവിലെ ഒരു 5:30-6 മണിയോടുകൂടി കുറച്ച് ശാന്തത വന്നിരുന്നു. പിന്നീട് അല്പസമയം മുമ്പാണ് വീണ്ടും ശക്തമായ മഴ നഗരപ്രദേശങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നത്. കളമശ്ശേരിയിലും ശക്തമായ മഴയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പനമ്പള്ളി നഗറാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഭാഗത്തും കലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ ഈ ഘട്ടത്തിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായി തുടരുന്ന മഴയിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളും വലിയ രീതിയിലുള്ള ഈ നാശനഷ്ടങ്ങളും എല്ലാം ഇന്നലെ ഉൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പല ഭാഗങ്ങളിലും വീടുകൾ തകർന്നു വീണ തലനാരിഴയ്ക്ക് ആളുകൾ രക്ഷപ്പെട്ട സാഹചര്യം കോതമംഗലത്ത് ഉൾപ്പെടെ ഇന്നലെ ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴയിൽ ഈ പറഞ്ഞതുപോലെ ഒരു മധ്യവയസ്കന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം കനാലിൽ വീണ് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. സമാനമായ നിലയിൽ തന്നെയാണ് ഇന്നും ഈ മഴ തുടരുന്നതെങ്കിൽ അത് കുറച്ച് പ്രശ്നം പിടിച്ച സാഹചര്യത്തിലേക്ക് പോകും. ആലുവ ഉൾപ്പെടെയുള്ള മണപ്പുറം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ എല്ലാ മഴക്കാലത്തും കാണുന്ന സമാന സാഹചര്യം തന്നെയാണ് വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അതുപോലെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഈ നദികളെല്ലാം തന്നെ വലിയ രീതിയിൽ നിറഞ്ഞിരിക്കുകയാണ്. അത് അപകടനിലയും കറികടന്നുള്ള വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഈ നദികളിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും എറണാകുളത്തിന്റെ മലയോര മേഖലകളിലുണ്ട്. കണ്ണമാലിയിൽ വലിയ രീതിയിലുള്ള കടലേറ്റം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മഴക്കാലത്തും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത്തവണയും അതിൽ മാറ്റമില്ല എന്നുള്ളതാണ്. വീടുകളിലേക്കെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ